ഹലോ ഗൈസ്, അങ്ങനെ ശ്രീകാന്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ് കേട്ടോ. ശ്രീകാന്തിന്റെ ഓണർ ആയിട്ടുള്ള പ്രിയയുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കാണ് വർഷ. വെറുതെ ഒന്നും അല്ലട്ടോ വർഷ പ്രിയയെ തല്ലിയത്, അതിന് തക്കതായി കാരണമുണ്ട്. പ്രിയ ശരിക്കും വർഷയുടെ കയ്യിൽ നിന്ന് അടിയേരെന്ന് വാങ്ങിച്ചത് തന്നെയാണ്. എന്തായാലും പ്രിയ ഹോട്ടലിൽ നിന്നും ശ്രീകാന്തിനെ പുറത്താക്കാണ് കേട്ടോ. അങ്ങനെയെങ്കിലും വർഷയോട് ശ്രീകാന്തിന്റെ ദേഷ്യം തോന്നിക്കോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം ശ്രീകാന്തിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് പ്രിയ. ശ്രീകാന്തിന് ഓൾറെഡി ഒരു വൈഫുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് പ്രിയ ഇത്ര ചീപ്പായിട്ടുള്ളൊരു നാടകം കളിച്ചു. എന്തായാലും ഈ ഒരു കിഡിലൻ എപ്പിസോഡ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പനി പിടിച്ച് വീട്ടിലോട്ട് തെറ്റിപ്പിരിഞ്ഞു പോയ വർഷയെ ശ്രീകാന്ത് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വർഷ ഇപ്പൊ വീട്ടിലുണ്ട്. രാവിലെ തന്നെ ശ്രീകാന്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയിരിക്കുകയാണ്. ആ സമയത്താണ് വർഷ മുറിയിലോട്ട് വരുന്നത്. അപ്പോൾ ശ്രീകാന്തിന്റെ ഫോൺ ഇങ്ങനെ കിടന്ന് റിങ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട വർഷ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത്, ശ്രീകാന്ത്, ആ എന്താ വർഷേ? അപ്പോഴാണ് വർഷ ശ്രദ്ധിക്കുന്നത് ശ്രീകാന്തിന്റെ ഫോണിലോട്ട് പ്രിയയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഓ, ഇവക്ക് നേരവും കാലവും ഒന്നുമില്ലേ, നേരെ ഇങ്ങ് വെളുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും ഇവള് ശ്രീകാന്തിനെ വിളിക്കുക. ഇവക്ക് വേറെ ആരും വിളിക്കാനില്ലേ? ആ ഹോട്ടലിൽ വേറെയും ഷെഫുകൾ ഉണ്ടല്ലോ. ഇവളെന്തിനാ പിന്നെ ശ്രീകാന്തിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോഴാണ് ശ്രീകാന്ത് വിളിച്ചു പറയുന്നത്, വർഷേ, വർഷേ, നീ എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ ഒന്നുമില്ല ശ്രീകാന്ത്, മനുഷ്യൻ ഇവിടെ നേരമില്ല. ആ സമയത്താ വെറുതെ എങ്ങനെ വിളിക്കുന്നത്? ഓ, ഞാനെന്ന് വിളിച്ചപ്പോഴേക്കും അത് ശ്രീകാന്തിന് പറ്റിയില്ല. ഇവള് വിളിക്കുമ്പോൾ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോളും. എന്തായാലും ഇതൊന്നും നേർക്ക് പോകുന്ന ലക്ഷണമല്ല. സച്ചേട്ടനോടും രേവതി ചേച്ചിയോടും പറഞ്ഞേ പറ്റൂ. ശ്രീകാന്ത് ആണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വർഷ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാണ് കേട്ടോ കേൾക്കുന്നത്. വർഷേ, നിനക്കെന്ത് പറ്റി? നീ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നോ? അതേടാ, എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടിക്ക് വരും. നിനക്ക് എന്നെ കാണുമ്പോഴേ അങ്ങനെ പലതും തോന്നും. എനിക്ക് തോന്നിയതാണോ? നീയല്ലേ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത്? ദേ ശ്രീകാന്തേ, നിനക്കിപ്പോൾ പഴയ പോലെ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെ നീ മാത്രമേ പറയൂ. എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ഒരിക്കലും അത് കുറയത്തില്ല. അതെനിക്കറിയാലോ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ വെറുതെ 2 വട്ടം ശ്രീകാന്തിന്ന് വിളിച്ചപ്പോൾ അതിന് നീ എന്നെ വഴക്ക് പറഞ്ഞത്. അതിപ്പോൾ പ്രിയ ആയിരുന്നു വിളിച്ചതെങ്കിൽ നീ ഒലിപ്പിച്ചങ്ങ് ചെന്നേനെ. നീ എന്താ വർഷം ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ, അവർ നമ്മുടെ ഓണർമാരാ. അവർ പറയുന്നതൊക്കെ കേട്ട് അവരുടെ കീഴിൽ വർക്ക് ചെയ്യാന്നുള്ളതാ നമ്മുടെ ദൗത്യം. അത് നമ്മൾ ചെയ്യണ്ടേ? ആ പേര് പറഞ്ഞിട്ട് അവള് വല്ലാതെ ശ്രീകാന്തുമായിട്ട് ക്ലോസ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ദേ, നീ വെറുതെ തെറ്റായിട്ട് പ്രിയയെക്കുറിച്ച് ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അവൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല. എന്നാലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വെറുതെ അല്ല എൻ്റെ അമ്മ അന്നേ അങ്ങനെ പറഞ്ഞത്. എന്നോടൊന്ന് അവളെ ശ്രദ്ധിക്കാൻ. അവളത്ര നല്ലവളല്ലേന്ന്. നിന്റെ അമ്മ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഓഹോ, അപ്പം അന്നവർ നിന്നെ കാണാൻ വന്നത് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി തരാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അവരെല്ലേനും നിന്നെ കാണാൻ വരുന്നതേ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. മക്കൾക്ക് അമ്മമാരെ നല്ലത് പറഞ്ഞുതരും. പക്ഷെ ആ സമയത്ത് ഞാൻ വെറുതെ എൻ്റെ അമ്മയെ സംശയിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അമ്മ എന്താ വർഷം ഇങ്ങനെ? നല്ല അമ്മമാരാണെങ്കിൽ നല്ല ഉപദേശമല്ലേ തരിക? അതെ, എൻ്റെ അമ്മ എനിക്ക് നല്ല ഉപദേശം തന്നെയാണ് തന്നത്. അവൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിയതാ. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിൽ അതത്ര കാര്യമാക്കിയില്ല. ദേ വർഷേ, ആ പ്രിയയുടെ പേരും പറഞ്ഞ് നമ്മൾ ഇനി വഴക്ക് കൂടില്ലെന്ന് പ്രോമിസ് ചെയ്തതാ. ഇനി വെറുതെ അവളുടെ പേരും പറഞ്ഞ് ഓരോന്നും പറയാൻ നിൽക്കരുത്. അതെനിക്കറിയാം, അങ്ങനെ ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ നിന്റെ കോൾ ലിസ്റ്റ് ഞാനിപ്പോൾ പരിശോധിച്ചു. ആ സമയത്ത് അവളാണിപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിന്നെ വിളിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. അതങ്ങനെ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഓണറാണ് ആ പെൺകുട്ടി. അതുകൊണ്ട് അവൾ ഇടയ്ക്കൊക്കെ വിളിക്കും. അതിലിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ജലസായിട്ട് കാര്യമില്ല. ദേ വർഷേ, ഞാനിപ്പോൾ വേറെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇതുപോലെ നമ്മൾ വഴക്കൂടിയിട്ട് ലേറ്റായി ചെല്ലുന്നത് ഒട്ടും ശരിയല്ല. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഹോട്ടലിൽ തന്നെ കിടന്നോ. അതാവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. ലേറ്റ് ആവുന്നുള്ള പേടിയും വേണ്ട. എന്നെക്കുറിച്ചുള്ള ചിന്ത എങ്ങ് മറന്നേക്ക്. വർഷേ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനേ ഇപ്പം പ്രിയയെ കാണാൻ പോവില്ല. എനിക്ക് ഹോട്ടലിൽ കുറച്ച് ജോലിയുണ്ട്. അതൊന്ന് തീർത്തിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ദേ, നമുക്ക് വൈകിട്ട് ഒരു മൂവിക്കൊക്കെ പോവാം. എനിക്ക് മൂവിക്ക് പോകാനുള്ള മൂഡില്ല. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. ദേ, എനിക്കിപ്പോൾ പോയേ പറ്റൂ. പിന്നെ എനിക്കിപ്പോൾ ഇന്ന് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. എന്ത്? എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ലെന്നോ? അതെന്താ? അത് വേറൊന്നുമല്ല. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ ഹോട്ടലിൽ എത്തണം. പ്രിയ പ്രത്യേകം പറഞ്ഞതാ ലേറ്റ് ആവരുതെന്ന്. ദേ, നിനക്ക് വേണ്ടി ഇപ്പം ഞാൻ 2 ദിവസം ലീവ് എടുത്തു. അത് തന്നെ പ്രിയയോട് റിക്വസ്റ്റ് ചെയ്തിട്ടാ. ഇനിയും ഇങ്ങനെ നേരം വൈകി ചെല്ലുന്നത് അത് ശരിയല്ലല്ലോ വർഷേ. എന്താന്ന് വെച്ചാൽ ആയിക്കോ. എന്തായാലും ഞാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കും. നീയേ ഇങ്ങനെ ഓരോന്ന് കാര്യം ചിന്തിക്കാതെ നമുക്ക് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പം ഞാൻ പോവുക. അല്ല, അപ്പം പിന്നെ ഞാനെങ്ങനെ പോവും? ബസ്സിന് പോവണമായിരിക്കും. നീയേ ബസ്സിനൊന്നും പോവണ്ട. ഞാനേ സച്ചേട്ടനെ ഏർപ്പാടാക്കി തരാം. സച്ചേട്ടനോട് പറഞ്ഞ സച്ചേട്ടൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തോളൂ. ഭർത്താവ് ഉണ്ടായിട്ട് സച്ചേട്ടനെ സേവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു സേവനായിട്ട് കാണേണ്ട വർഷേ.
സച്ചിയേട്ടൻ നമ്മുടെ ഏട്ടനല്ലേ, ഏട്ടൻ നമ്മൾ അവിടെ ആക്കി തരുന്നു, അങ്ങനെ കണ്ടാൽ മതി. ആ പക്ഷേ ഞാൻ പോട്ടെ, എനിക്ക് നേരമില്ല. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ശ്രീകാന്ത് ഒരുപാട് മാറി. അവൾ എൻ്റെ ശ്രീകാന്തിനെ മാറ്റിയെടുത്തതാ. ഇനിയും ആ ഹോട്ടലിൽ ശ്രീകാന്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ എന്നിൽ നിന്നും ഒരുപാട് അകലും. അത് പാടില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യം സച്ചിയേട്ടനോട് രേവതി ചേച്ചിയോടും പറയണം, ഇല്ലെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ ശ്രീകാന്ത് എത്തിയിരിക്കുകയാണ്. ബൈക്ക് ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ശ്രീകാന്ത് അകത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രിയ ഒരു സൈഡിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഹായ് ശ്രീകാന്ത്. ആ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഷാർപ്പ് ടൈമാ. പക്ഷേ ശ്രീകാന്ത് ഒരല്പം ലേറ്റ് ആണ്. അത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ വൈഫായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ചെറുതായിട്ട്. എന്തൊരു വൈഫാണോ നിൻ്റെത്? സാധാരണ വൈഫൊക്കെ ഭർത്താവിന് നല്ലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ഏത് സമയം ജോലിക്ക് വിടാതെ അടുത്തന്നെ വേണമെന്ന് പറഞ്ഞ് എന്തിനാ അവരിങ്ങനെ വാശി പിടിക്കുന്നത്? ശ്രീകാന്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാണണമെന്ന് അവർക്ക് യാതൊരു ആഗ്രഹവും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ, വർഷം ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല. എൻ്റെ വിജയം അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. എന്തോ ഐ ഡോണ്ട് നോ, എനിക്കങ്ങനെ തോന്നിയില്ല. ശ്രീകാന്തിൻ്റെ വൈഫ് ഒരല്പം പിടിവാശിക്കാരിയാണ്. അതത്ര നല്ലതല്ല. ഓ പിന്നെ എൻ്റെ വൈഫിനെ കുറ്റം പറയുന്നു. അപ്പം നീ എങ്ങനെയാ? എന്താ ശ്രീകാന്ത് എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, അവൾക്ക് ചെറിയ ചെറിയ വാശികളേ ഉള്ളൂ. അങ്ങനെ വലിയ രീതിയിലൊന്നും അവൾ വാശി പിടിക്കാറില്ല. എനിക്കങ്ങനെ തോന്നില്ല. ശ്രീകാന്തിൻ്റെ വൈഫിനെ കണ്ടിട്ട് ആൾ ഭയങ്കര ഈഗോ ഉള്ള ആളായിട്ടാണ് തോന്നുന്നത്. മാഡം, ഇപ്പോൾ ഇവിടുത്തെ വിഷയം റെസ്റ്റോറൻറ്റ് ഫുഡ് അങ്ങനെയൊക്കെ അല്ലേ? വെറുതെ എന്തിനാ എൻ്റെ വൈഫിനെ ഇതിലോട്ട് വലിച്ചിടുന്നത്? ഓ നോ, ഞാനതങ്ങ് വിട്ടു. അല്ല, വൈഫിനെ കുറിച്ച് പറഞ്ഞത് ശ്രീകാന്തിന് വിഷമായോ? ഏയ് എനിക്കെന്ത് വിഷമം? കുഴപ്പമൊന്നുമില്ല മാഡം. ഇനി ശ്രീകാന്തിന് വിഷമം ഉണ്ടായാലും അതെന്നെ ബാധിക്കുന്നതല്ല. കാരണം എനിക്ക് എൻ്റെ റെസ്റ്റോറൻറ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ശ്രീകാന്തിൻ്റെ വിജയത്തിൽ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. താങ്ക്സ്. ഞാൻ ശ്രീകാന്തിനോട് ഒരു കാര്യം പറയട്ടെ. ശ്രീകാന്ത് ഇപ്പം മാരീഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ശ്രീകാന്തിനെ വിവാഹം കഴിക്കാൻ തയ്യാറായേനെ. എന്ത്? ശ്രീകാന്ത് ഞെട്ടിയല്ലേ? എനിക്ക് തോന്നി ശ്രീകാന്ത് ഞെട്ടാതിരിക്കോ. കാരണം അത്രയ്ക്കും വലിയ പ്രപ്പോസൽ അല്ലേ ഇത്. വലിയ വലിയ റെസ്റ്റോറൻറ്റുകളുടെ ഓണറുടെ ഏക മകളാ ഞാൻ. അപ്പം പിന്നെ ശ്രീകാന്ത് ഞെട്ടാതിരിക്കോ അല്ലേ? ഇപ്പം ശ്രീകാന്ത് കരുതുന്നുണ്ടായിരിക്കും ഒരല്പം കാത്തിരിക്കായിരുന്നു എന്ന് അല്ലേ? മാഡം, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. മാഡം, എൻ്റെ വൈഫ് എൻ്റെ ലോകം. എൻ്റെ വൈഫിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ കാണാൻ പറ്റില്ല. ഓ അങ്ങനെ തന്നെ വേണം, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും മാറ്റി ചിന്തിക്കേണ്ട ചില സാഹചര്യം എന്നാൽ മാറ്റി ചിന്തിക്കേണ്ടി വരില്ലേ? മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രീകാന്ത്, ഞാൻ എന്നെ മാഡം എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നെ പ്രിയാന്ന് വിളിച്ചാൽ മതി. അതാ എനിക്കിഷ്ടം. എന്നെ ഇഷ്ടപ്പെടുന്നവർ പ്രിയാന്ന് വിളിക്കുന്നത്. മാഡം, ഞാൻ മാഡത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന വെറും ഒരു സ്റ്റാഫാണ്. ആ സ്റ്റാഫിന് മാഡം എന്ന് വിളിക്കാനുള്ള അർഹതയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് മാഡം എന്ന് വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അത് എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ എന്തു പറയുന്നു അത് ശ്രീകാന്ത് കേട്ടാൽ മതി. കോൾ മീ പ്രിയ, ഓക്കെ? ശരി മാഡം. അല്ല പ്രിയ. ഓക്കെ. നാവൊന്ന് വഴങ്ങി വരുന്നേ ഉണ്ടാവുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ശ്രീകാന്ത്, എനിക്ക് നീ ഇന്നുണ്ടാക്കുന്ന ചൈനീസ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് എന്നെയും കൂടി ഒന്ന് പഠിപ്പിക്കണം. ഞാനും വരെ ശ്രീകാന്തിനൊപ്പം. എന്ത് പറയുന്നു? അത് പിന്നെ മാഡം, ഇത് ഗസ്റ്റിന് കൊടുക്കാനുള്ളതല്ലേ? അത് കുഴപ്പമില്ല. നീ ഉണ്ടാക്കുന്നത് ഗസ്റ്റിന് കൊടുത്താൽ മതി. നിൻ്റെത് നോക്കി ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാം. ശരി പ്രിയ. ദേ ശ്രീകാന്ത്, ഇടയ്ക്കിടയ്ക്ക് മാഡം എന്നുള്ള വിളി വരുന്നുണ്ട്. അതൊന്ന് ഒഴിവാക്കണം കേട്ടോ? ശരി. പിന്നെ കട്ടിംഗ് ഒക്കെ തുടങ്ങിക്കോ. ഞാനൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാം. തിരിച്ചു വരുന്ന സമയത്തേക്ക് കട്ടിങ് മുഴുവൻ കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, എന്നാൽ പിന്നെ ശ്രീകാന്ത് തുടങ്ങിക്കോ, ഞാൻ ഇപ്പോൾ വരാം. ഇതും പറഞ്ഞുകൊണ്ട് പ്രിയ അവിടുന്ന് പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷയാണ് കേട്ടോ. വർഷ വിഷമിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ട് വരുന്നത്. ഇത് വർഷയല്ലേ? വർഷ ഇന്ന് ജോലിക്ക് പോയില്ലേ? വർഷേ. എന്താ ചേച്ചി? അല്ല, വർഷ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല ചേച്ചി, എനിക്കിന്ന് പോവാനൊരു മൂടില്ലെന്നോ? അതെന്തു പറ്റി? പനി കുറവില്ലേ? നോക്കട്ടെ. എനിക്ക് പനിക്കുന്നൊന്നുമില്ല. എൻ്റെ പനിയൊക്കെ കുറവായി. പിന്നെ എന്തു പറ്റി ജോലിക്ക് പോവാതിരിക്കാൻ? ദേ ഇതല്ലേ നിന്റെ ജോലി. അപ്പം പിന്നെ നീ പോവാതെ പിന്നെ എങ്ങനെയാ? രേവതി ചേച്ചി, എനിക്കിപ്പോൾ പോവാൻ ഒട്ടും മൂടില്ല. അതെന്താ അങ്ങനെ? അതിൻ്റെ കാരണമല്ലേ ഞാൻ ചോദിച്ചത്. കാരണം രേവതി ചേച്ചിയോട് ഞാൻ പറയട്ടെ? പറ. ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. രേവതി. ഓ എന്താ സച്ചിയേട്ടാ? അത് ശരി, നിന്നോട് കാർ തുടയ്ക്കാൻ ഒരു തുണി എടുക്കാൻ പറഞ്ഞയച്ചതല്ലേ ഞാൻ. എന്നിട്ട് നീ ഇവിടെ ഒന്നിരിക്കുകയാണോ? അത് പിന്നെ സച്ചേട്ടാ, ഇതാര്? വർഷയോ? വർഷ അപ്പം ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല സച്ചേട്ടാ. അതെന്ത് പറ്റി? ഒരു ദിവസം പോലും ജോലി മുടക്കാറില്ലല്ലോ. അല്ല, പനി കുറവില്ലേ വർഷയ്ക്ക്? അവക്ക് പനിയൊക്കെ കുറവുണ്ട്. പിന്നെന്താ വർഷ ജോലിക്ക് പോകാത്തത്? എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുണ്ടോ?
നമുക്ക് ഡോക്ടറെ കാണണോ? ഏയ് അതൊന്നും വേണ്ട. പിന്നെന്താ പോവാത്തത്? ഒരു കാര്യം ഞാൻ വിട്ടു. എന്നോട് ശ്രീകാന്ത് രാവിലെ പറഞ്ഞിരുന്നു നിന്നെ ഒന്ന് ഡബ്ബിംഗ് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന്. ഞാനതങ്ങ് വിട്ടു. പക്ഷേ നീ പോകണമെന്ന് പറഞ്ഞ് വന്നതും ഇല്ലല്ലോ. സച്ചേട്ടാ, അതൊന്നല്ല ഇപ്പോൾ വർഷമോളുടെ പ്രശ്നം. എന്തോ വേറെ പ്രശ്നമുണ്ട്. വർഷേ, നീ അത് എന്നോട് സച്ചേട്ടനോട് പറ. എന്താ മോളെ പറയ്. ശ്രീകാന്ത് അന്നത്തെ പോലെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. അതാദ്യം ഞങ്ങളോട് തുറന്നു പറ. എന്നാലല്ലേ ഞങ്ങൾക്ക് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവൂ. അത് പിന്നെ ഞാൻ രണ്ടുപേരോടും പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. അതിനാദ്യം കാര്യം പറയേ വർഷേ, എന്നിട്ടല്ലേ ദേഷ്യപ്പെടണോ വേണോ എന്ന് തീരുമാനിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. ദേഷ്യപ്പെടാണെങ്കിൽ ഞാൻ പറയില്ല. ഓ ശരി, പ്രോമിസ്. ഞങ്ങൾ രണ്ടുപേരും ദേഷ്യപ്പെടില്ല. ഇല്ലേ രേവതി? അതേ വർഷേ, ഞങ്ങൾ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞങ്ങളോട് ആദ്യം തുറന്നു പറയേ. സച്ചേട്ടാ, രേവതി ചേച്ചി, വേറൊന്നുമല്ല. ശ്രീകാന്ത് കൈവിട്ട് പോയി. കൈവിട്ട് പോയെന്നോ? രേവതി, ഇവളെന്തൊക്കെയാ പറയുന്നത്? മോളെ വർഷേ, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ശ്രീകാന്ത് എങ്ങനെ കൈവിട്ട് പോയിന്ന്? ശ്രീകാന്തിന് എന്നോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞു. ശ്രീകാന്തിനിപ്പോൾ വേറെ ആരോടെയാണ് ഇഷ്ടം? ശ്രീകാന്തിന് വേറെ പെണ്ണിന് ഇഷ്ടമാണെന്നോ? അതെ സച്ചേട്ടാ, വേറെ ഒരു പെണ്ണിനോടാണ് ഇഷ്ടം. എന്നോടിപ്പോൾ സ്നേഹമൊന്നുമില്ല. വർഷേ, നീ എന്തേ പറയുന്നത്? ശ്രീകാന്ത് അങ്ങനെ ഒരുത്തരൊന്നും അല്ല. അതെ സച്ചേട്ടാ, ഇപ്പോൾ വേറെ ഒരുത്തിയോടൊപ്പം കറക്കമൊക്കെ. അവളിപ്പോൾ ഏത് സമയം ശ്രീകാന്തുമായിട്ട് ശൃംഗരിച്ചുകൊണ്ടിരിക്കാം. എപ്പോഴും ശ്രീകാന്തിൻ്റെ ഫോണിലോട്ട് വിളിക്കും. എന്നോട് എന്തോ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയോ ശ്രീകാന്തിന്. ഇപ്പം അതൊക്കെ കുറഞ്ഞു. അവളെ എൻ്റെ ശ്രീകാന്തിനെ മയക്കെടുത്തതാ. ഇപ്പം എന്നോട് പണ്ടത്തെ പോലെ ശ്രീകാന്തിന് ഒരു ഇഷ്ടവുമില്ല. ഏത് സമയം ശ്രീകാന്തിൻ്റെ ഫോണിലോട്ട് അവൾ വിളിച്ച് ബുദ്ധിമുട്ടാക്കുക. ഓഹോ, നമ്മുടെ ശ്രീകാന്തിനെ മയക്കെടുക്കാൻ മാത്രം അവൾ ആരാ? അപ്പം സച്ചി പറയുന്നുണ്ട്, ശരിയാണല്ലോ. ശ്രീകാന്തിനെ കറക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഒരു കില്ലാടി ആവുമല്ലോ. കില്ലാടി? ഇത് സച്ചേട്ടാ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവൾ ഒരു പുല്ലുമല്ല. ഓ ഈഗോ അതൊക്കെ വീട് വർഷേ. അവൻ അങ്ങനെ ഒരുത്തനൊന്നും അല്ല. ഇനിയിപ്പോൾ അവളെ എത്ര ശ്രമിച്ച് അട്ടപ്പറ്റി അവൻ്റെ പിന്നിൽ നിന്നാലും നിന്നെ ഒരിക്കലും ശ്രീകാന്ത് മറക്കില്ല. ആ വാക്ക് ഞാൻ തന്നാ പോരാ. നിങ്ങൾ ആരും പറയുന്ന പോലെ അല്ല ശ്രീകാന്ത്. അപ്പം രേവതി പറയുന്നുണ്ട്, വർഷേ നീ വിഷമിക്കാതിരിക്കുക. ശ്രീകാന്ത് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാനും സച്ചേട്ടനും ചോദിക്കാം. അതൊന്നും പോരാ. പിന്നെ അവന് 2 ഇടി കൊടുക്കണം സച്ചേട്ടാ. എന്നിട്ടേ ചോര തുപ്പണം അവന് ഒരിക്കലും ഇനി അവളുടെ ഫോൺ എടുക്കാൻ പാടില്ല. അതൊക്കെ വേണോ? ചോരയ്ക്ക് തുപ്പിക്കണോ? ഒന്നില്ലെങ്കിലും അവനെൻ്റെ അനിയനല്ലേ, വേണം. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ അവനെ കൊണ്ട് ചോര തുപ്പിച്ചേ പറ്റൂ. വർഷേ, അവൻ നിന്റെ ഭർത്താവാ. അപ്പം പിന്നെ എന്നോട് ചെയ്യുന്നതോ? അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സച്ചിയുടെ താന്നി കോണ അവൻ കാണും. അവൻ എന്നെ അറിയില്ല സച്ചേട്ടാ. അവൻ എന്തായാലും വർഷയുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. ഇതെന്തായാലും നമുക്കറിയണം. അവൻ വിളിച്ച് ചോദിക്കണം. ഇപ്പം തന്നെ വിളിക്കാം. പക്ഷേ ഈ പെണ്ണ് ഏതാണ് ആരാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഫോട്ടോയോ മറ്റോ അതോ നമുക്കറിയാവുന്ന ആരെങ്കിലും? അങ്ങനെ നമുക്കറിയാവുന്ന ആളുമല്ല. എൻ്റെ കയ്യിൽ ഫോട്ടോയും ഇല്ല. പിന്നെ ഇതാരാ? വേറെ ആര്? ആ ഹോട്ടലിൻ്റെ ഓണറുടെ ഒരേ ഒരു മകള് പ്രിയ. അപ്പം സച്ചി പറയുന്നുണ്ട്, രേവതി, ആ ഹോട്ടലിൻ്റെ ഓണറെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? സച്ചേട്ടാ, ഓണറാണോ പിച്ചക്കാരനാണോ ഇന്നൊന്നുമല്ല നോക്കേണ്ടത്. എൻ്റെ ഭർത്താവിനെ അവൾ വശീകരിക്കാൻ നോക്കി. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അപ്പം രേവതി പറയുന്നുണ്ട്, അതെ സച്ചേട്ടാ, പെൺകുട്ടികളുടെ മനസ്സ് വിഷമിച്ചാൽ അത് ശരിയാവില്ല. സച്ചേട്ടൻ ചോദിക്ക്. എന്തായാലും വർഷയുടെ മനസ്സിന് ഇത്രയും നോയിച്ച സ്ഥിതിക്ക് അതൊന്ന് ചോദിക്കുക തന്നെ വേണം. അതെ, ഞങ്ങൾ വിളിക്കുന്നതിന് പകരം നീ ഒന്ന് വിളിക്ക്. അവൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാലോ. അത് ശരിയാ വർഷേ, നീ ഒന്ന് അവനെ വിളിക്ക്. ഞാൻ വിളിക്കത്തൊന്നുമില്ല. പക്ഷേ നിന്നോട് അവൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് നമുക്കൊന്ന് അറിയാലോ. ഓണർ അടുത്തുണ്ടോ അതോ ഇല്ലയോ, അവളുടെ സംസാരം, ഇതൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. അതിനെന്താ സംശയം? അവൾ എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. അത് ശരി, ഓണറാണെന്ന് കരുതി എപ്പോഴും അവൻ്റെ അടുത്ത് എന്തിനാ നിൽക്കുന്നത്? വേറെയും സ്റ്റാഫില്ലേ? അതേ സച്ചേട്ടാ, ഞാനും അതാ കരുതുന്നത്. അവിടെ വേറെയും ഒരുപാട് ഷെഫുകളുണ്ട്. അവരുടെ അടുത്തൊന്നും പോവാതെ എപ്പോഴും ശ്രീകാന്തിൻ്റെ കൂടെ തന്നെയാണ് അവള്. അങ്ങനെ അവിടുത്തെ കട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഹോട്ടലാണ് കേട്ടോ. ഹോട്ടലിൽ ശ്രീകാന്ത് ആ പ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയ, ഇത് നോക്കി പഠിക്ക്. ഇങ്ങനെ എപ്പോഴും പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. വേറൊന്നും കണ്ടല്ല, എൻ്റെ ഫുഡ് കരിഞ്ഞു പോകും. അതുകൊണ്ടാ. അത് കുഴപ്പമില്ല, ശ്രീകാന്ത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി. പ്രിയെ, ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനിടയിൽ ഇങ്ങനെ പഠിച്ചെടുക്കാന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാ. നോക്കിക്കണ്ട് പഠിക്കുന്നത് പോലെയല്ല ഒരാൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേറെ പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയയ്ക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ഒട്ടും അറിയില്ല താനും. സോറി ശ്രീകാന്തിന് ഫുഡ് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടല്ലേ? ഐ എം റിയലി സോറി. അതൊന്നും കുഴപ്പമില്ല. പ്രിയ ഒരു കാര്യം ചെയ്യ്, ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ടാൽ മതി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങേട്ടേക്ക് ഒരു സ്റ്റാഫ് പ്ലേറ്റ് കൊണ്ടുവെക്കാൻ വേണ്ടി വരുന്നത്. ആ സമയത്ത് തന്നെ പ്രിയക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത്, ജസ്റ്റ് 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. എനിക്ക് ഒരു കോൾ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യ്.
അത് പിന്നെ ശ്രീകാന്ത് ജസ്റ്റ് 1 മിനിറ്റ് ഇപ്പൊ വരാം ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ പ്രിയ. ആ സമയത്താണ് ഇപ്പുറത്തുള്ള സ്റ്റാഫ് പറയുന്നത്, എന്താ മോനെ, മാഡത്തിന് നിന്നോട് പ്രത്യേകമായിട്ട് എന്തോ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തിതുണ്ടെന്ന്? ഹോ, നീ ചൂടാവാതെ ശ്രീകാന്തേ. എടാ, മാഡത്തിന് നിന്നോട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിന് ഞാൻ എന്ത് വേണം? ശ്രീകാന്തേ, ഇത് മുതലെടുക്കണടാ. ദേ പ്രവീണെ, നീ എന്റെ വായിലിരിക്കുന്നത് കേൾക്കും. വേണമെങ്കിൽ മതി, നല്ലത് പറഞ്ഞെന്നാ നിനക്കൊന്നും പറ്റത്തില്ലല്ലോ. പോടാ. ഓ, പോവുകയാണേ, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇതും പറഞ്ഞ് പ്രവീൺ അവിടുന്ന് പോവാൻ കേട്ടോ. ഹോ, അവൾക്ക് എന്നോട് അറ്റാച്ച്മെന്റ്. അവൾ എന്നെ എങ്ങനെയൊക്കെ പണിയെടുപ്പിക്കാൻ നോക്കുന്നു, അതൊക്കെ ചെയ്യാൻ നോക്കുക. ഇവന്മാർക്കൊക്കെ ശരിക്കും ഇപ്പൊ പണിയില്ലാത്തത്. ഹോ, എന്റെ തലയിലായി പോയല്ലേ ഇതൊക്കെ. ഇനിയിപ്പോ ഈ ഫുഡുമായിട്ട് അവളെ കാത്തിരിക്കണം. ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തീരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അതിനും പറ്റത്തില്ല. ശ്രീകാന്ത്, സോറി കേട്ടോ, ഐ എം റിയലി സോറി. എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു, അർജന്റ് കോളായിരുന്നു, അതാ ഞാൻ എടുത്തത്. ഓ, ഇറ്റ്സ് ഓക്കെ പ്രിയ, ഇനിയും ഇതുപോലെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവരുത്, ഫുഡിന്റെ ടേസ്റ്റ് കുറയും. ഓ സോറി, ഇനി ഞാൻ എന്തായാലും കോളൊന്നും അറ്റൻഡ് ചെയ്യില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലേക്ക് സോൾട്ട് ഇടണം. ഇത് പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് പ്രിയ ഇങ്ങനെ ശ്രീകാന്തിന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കാൻ കേട്ടോ. മാഡം, മാഡം. ശ്രീകാന്ത് പറയൂ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മാഡം ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സോൾട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കണം. ആദ്യം ടെർമറിക് പൗഡർ ചേർക്കണം, നെക്സ്റ്റ് ചില്ലി പൗഡർ. ആ സമയത്ത് പ്രിയ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ ഫുഡ് പോലെ തന്നെ ശ്രീകാന്ത് ഭയങ്കര ഹാൻഡ്സം ആണ്. ശ്രീകാന്തിനെ കെട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. പക്ഷേ അവള് ഭാഗ്യവതിയല്ല. ആ വർഷ എങ്ങനെയെങ്കിലും ശ്രീകാന്തിന് വർഷയെ കൊണ്ട് തെറ്റിക്കണം. അതിനുള്ള 17 അടവ് ഞാൻ എടുക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വർഷ വിളിക്കുന്നത്. ശ്രീകാന്ത്, കോൾ വരുന്നു. അതെടുക്കണ്ട, ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കി കഴിയട്ടെ. ഓക്കെ. ശ്രീകാന്ത്, വൈഫാണ് കേട്ടോ. എന്ത് വൈഫാണോ? യെസ്. എന്നാ പ്രിയ 1 മിനിറ്റ്. അത് പറ്റില്ല, ഫുഡിൻ്റെ ടേസ്റ്റ് കുറയുന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞത്. അതുകൊണ്ട് ഫുഡിൻ്റെ ടേസ്റ്റ് കുറഞ്ഞ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, നോ കോംപ്രമൈസ്. അത് പിന്നെ പ്രിയ ഒരു 1 മിനിറ്റ് മതി, ഞാനൊന്ന് അവളോട് പറയട്ടെ. ഓക്കെ, എന്നാൽ പിന്നെ 1 മിനിറ്റ്, അതിലേറാൻ പാടില്ല ശ്രീകാന്ത്. ഓക്കെ പ്രിയ, ഞാൻ പെട്ടെന്ന് വരാം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തൊരു ഭാഗത്തോട്ട് പോവാ. ഓ, ശ്രീകാന്തിന് ഇവിടെ നിന്ന് സംസാരിക്കാൻ വയ്യ. ഫുഡ് കരിഞ്ഞാലും കുഴപ്പമില്ല, അവൻ അവിടെ നിന്ന് പോയി മാത്രമേ സംസാരിക്കൂ. ഇവളെന്തിനീ വർക്കിംഗ് ടൈമിന് വിളിക്കുന്നത്? ഛേ, എന്തൊരു വൈഫാണിവള്. എന്തായാലും അവളുടെ അഹങ്കാരത്തിനുള്ളത് ഞാൻ കൊടുക്കും. രണ്ടിനെയും തമ്മിൽ അടിച്ച് പിരിക്കും ഞാൻ. ശ്രീകാന്ത് എനിക്കുള്ളതാണ്, അവനെ എനിക്ക് കിട്ടിയാൽ പിന്നെ എൻ്റെ ലൈഫ് കളറായിരിക്കും. പിന്നെ കാണിക്കുന്നത് വർഷയാണ് കേട്ടോ. വർഷ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ട, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ശ്രീകാന്ത് എൻ്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. അത് ശരി, അവൻ അത്രയ്ക്കായോ? എന്നാൽ പിന്നെ അവൻ അവിടെ ചെന്ന് ഇടിച്ചൊതുക്കണല്ലോ രേവതി. അയ്യോ, അങ്ങോട്ടൊന്നും ചെല്ലണ്ട, അതവൻ്റെ ജോലിയെ ബാധിക്കും. എന്തായാലും അവൻ തിരിച്ചു വിളിക്കുമെന്ന് നോക്കാം. ആ സമയത്ത് തന്നെയാണ് കേട്ടോ ശ്രീകാന്ത് തിരിച്ചു വിളിക്കുന്നത്. സച്ചേട്ടാ, ശ്രീകാന്ത് തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഫോൺ എടുക്കുക, ലൗഡ് സ്പീക്കറിലിട്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ വർഷ. ഹലോ. ഹലോ വർഷേ, എന്താ വിളിച്ചത്? എന്താ ശ്രീകാന്ത് എൻ്റെ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു, ഞാനൊന്ന് മാറിയിട്ട് നിന്നെ വിളിച്ചതാണ്. ദേ, എനിക്കൊരു മിനിറ്റേ ഉള്ളൂ, ഇപ്പം തന്നെ അങ്ങോട്ട് ചെല്ലണം, ഒരു ഗസ്റ്റ് കാത്തിരിക്കുക. എപ്പോഴും ഗസ്റ്റ് ഗസ്റ്റ് ഗസ്റ്റ്. അതെന്താ, ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ലേ? എൻ്റെ വർഷേ, നീ ഇങ്ങനെ തുടങ്ങിയാലോ? ദേ, പ്രിയ എന്നെ നോക്കി നിൽക്കുവാണ്. ഇനിയും ലേറ്റായ പിന്നെ അവൾ ഓരോന്ന് പറയും. ഓ, അവളവിടെ ഉണ്ടല്ലേ, അവളവിടെ ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത്. വർഷേ, നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിച്ച് കൂട്ടാതെ. എനിക്കിപ്പം നിന്നോട് വെറുതെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. നിനക്ക് ഡബ്ബിംഗ് ജോലിയില്ലേ? അതിന് ഞാൻ ഓഫീസിലൊന്നും പോയിട്ടില്ല. അതെന്ത് പറ്റി? അതെന്തായാലും എനിക്ക് തിരക്കാൻ നേരമില്ല, ഞാനേ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കാൻ കേട്ടോ. ശ്രീകാന്ത്, വെച്ചാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. എൻ്റെ വർഷേ, നീ എൻ്റെ നിസ്സഹായാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ ഓണറാ മുന്നിലിരിക്കുന്നത്. 1 മിനിറ്റ് പോലും അവരെനിക്ക് തികച്ച് തന്നിട്ടില്ല. അപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് എത്തണം. ഫുഡ് കരിഞ്ഞു പോവും. അങ്ങനെ ഫുഡ് കരിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ, എന്നാലും ശ്രീകാന്ത് എൻ്റെ ഫോൺ ഇപ്പം കട്ട് ചെയ്യരുത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിയ വരുന്നത്. ശ്രീകാന്ത്, എന്താ ഇതൊക്കെ? ഫുഡ് അവിടെ ഗ്യാസ് സ്റ്റൗവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ അത് ചെയ്യ്, അല്ലെങ്കിൽ പിന്നെ നീ നിൻ്റെ വൈഫിനെ വിളിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ എന്താ ഇങ്ങനെ? അത് പിന്നെ പ്രിയ, വൈഫിന് അസുഖമാണ്, വൈഫിന് തലവേദന, വൈഫിന് ഓഫീസ് കൊണ്ടാക്കി കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്ര നേരമായി നീ? അവൾ നിന്റെ വൈഫ് തന്നെയല്ലേ, അല്ലാതെ കാമുകിയൊന്നും അല്ലല്ലോ. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ. സച്ചേട്ട, അവൾ പറയുന്നതൊക്കെ കേൾക്കുന്നില്ലേ? സച്ചേട്ടനോ? അപ്പോൾ സച്ചേട്ടൻ അടുത്തുണ്ടോ? എന്താ ശ്രീകാന്ത് നീ ഈ പറയുന്നത്? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നില്ലേ? ഞാൻ ഉണ്ടാക്കാം പക്ഷേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പ്രിയ, അവൾ കുറച്ച് ദിവസമായിട്ട് വയ്യാതെ കിടക്കുമല്ലായിരുന്നോ?
അതുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. എന്തായാലും ഇങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല. ഓ, ഇവളിവിടുത്തെ ഓണറായിപ്പോയി. അല്ലെങ്കിൽ വല്ലതും ഞാൻ പറഞ്ഞേനെ. എൻ്റെ ഭാര്യയല്ലേ എനിക്ക് വിളിക്കുന്നത്, അതിന് ഇവക്കെന്താ? ഏത് സമയം എൻ്റെ പിന്നാലെ തന്നെ നടന്നിട്ട് എനിക്കൊരു പ്രൈവസിയും കിട്ടുന്നില്ല. ശ്രീകാന്ത് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല മാഡം. ശ്രീകാന്തിനോട് മാഡം എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി പ്രിയ, അത് എൻ്റെ നാവ് അങ്ങനെ വഴങ്ങിപ്പോയി, അതുകൊണ്ടാ. കുഴപ്പമില്ല. ശ്രീകാന്ത് വന്നേ. ഇനി അവളുടെ ഫോൺ വരുമ്പോൾ ഇങ്ങനെ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ശരി. അങ്ങനെ വീണ്ടും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാനാണ് കേട്ടോ. ശ്രീകാന്ത്, എവിടെയാ നിന്റെ മൈൻഡ്? വൈഫൊക്കെ തന്നെയാണ്, അതൊക്കെ ശരിയാ എന്നു കരുതിയിട്ട് വൈഫൊക്കെ ഇങ്ങനെ മുതലെടുക്കുമോ? സത്യം പറയലോ, എനിക്ക് വർഷം മനസ്സിലാക്കിയെടുത്തോളം മനസ്സിലായത് ശ്രീകാന്തിനോട് അവൾക്ക് യാതൊരു സ്നേഹവും ഇല്ലെന്നാ. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ശ്രീകാന്തിന്റെ ജോലിയിൽ തടസ്സപ്പെടുത്തോ? ഓണർ മുമ്പിലുണ്ടെന്നോ പറഞ്ഞിട്ട് ഇതുപോലെ വാശി പിടിക്കുവോ? അല്ല, അവളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്. അവൾക്ക് ജോലിയൊന്നും ഇല്ല അവിടെ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ വെറുതെ ഇരിക്കുവാണോ? ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജോലി എടുക്കണ്ടേ? അവക്കൊക്കെ ജോലി എടുത്താൽ എന്തെങ്കിലും കിട്ടി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ. അതെന്താ പ്രിയ അങ്ങനെ പറഞ്ഞത്? ഒരു താഴ്ത്തി കിട്ടുന്ന രീതിയിൽ. അയ്യോ, ശ്രീകാന്തിനെ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അവളെയാണ് ഉദ്ദേശിച്ചത്. ശ്രീകാന്തിന് അത്യാവശ്യം സാലറിയുള്ള ജോബ് ഇപ്പോൾ ഇവിടെയില്ലേ? അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവളങ്ങനെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയൊന്നും അല്ല. പിന്നെ അവളെ കണ്ടിട്ട് അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും തോന്നുന്നില്ലല്ലോ. എൻ്റെ വർഷയെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല. അവൾ ഭയങ്കര സിമ്പിളായിട്ട് നടക്കുന്ന വ്യക്തിയാണ്. എന്തിന്, ഒരു ബ്യൂട്ടി പാർലർ പോലും അവൾ ശരിക്കും കയറാറില്ല. ഓ പിന്നെ അവൾ ബ്യൂട്ടി പാർലർ കയറാതെയാ ഇത്രയെങ്കിലും ലുക്ക്. എൻ്റെ ശ്രീകാന്ത്, ഇപ്പം പെൺപിള്ളേരുണ്ടല്ലോ, ബ്യൂട്ടി പാർലർ ഒന്നും പോവാത്തവരുണ്ടാവില്ല. ചിലപ്പോൾ അവളെ നിന്നെ പറ്റിക്കുമായിരിക്കും. അവളുടെ സൗന്ദര്യമൊക്കെ ബ്യൂട്ടി പാർലർ തന്നെയായിരിക്കും. കയ്യിലുള്ള കാശൊക്കെ ഇതിനൊക്കെ തന്നെ കൊണ്ടുകൊടുക്കാനേ അവളെ കൊണ്ടൊക്കെ പറ്റൂ. പ്രിയ, എന്തിനാ ഏത് സമയം വർഷ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അവളെൻ്റെ വൈഫാണ്. ദേ, ഇനി വർഷയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം നോക്കാം. ശരി. വൈഫിനെ പറഞ്ഞപ്പോൾ അവന് പൊള്ളി. അവളെ ശ്രീകാന്തിന് മുന്നിൽ ഞാൻ വട്ടപൂജയാക്കി തരാം. എന്നിട്ട് എനിക്കൊന്ന് സന്തോഷിക്കണം. ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും എൻ്റെ വരുതിയിലാക്കണം. ശ്രീകാന്ത് ഇനി എൻ്റെ സ്വന്തമായിരിക്കണം. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയാണ് കേട്ടോ. അവിടെ വർഷ ദേഷ്യം പിടിച്ച് കാലി തുള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വർഷേ മോളെ നീ വിഷമിക്കാതെ. രവതി, നീ പെട്ടെന്ന് പോയി റെഡിയാവ്. നമുക്ക് എത്രയും പെട്ടെന്ന് 3 പേർക്കും കൂടി റെസ്റ്റോറൻറ്റിലോട്ട് എത്തണം. അവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. അതെ സച്ചേട്ടാ, ഇനി മുന്നും പിന്നും നോക്കണ്ട. വർഷയും കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഞാനേ ഇപ്പം റെഡി ആയിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ. വർഷേ, നിനക്ക് റെഡി ആവാല്ലേ? ഞാൻ ഓൾറെഡി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ടിലൊന്നും എനിക്ക് അറിയണം. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാം. അവൻ്റെ കൂടെ ആ പെണ്ണുണ്ടോയെന്ന് അറിയണമല്ലോ. അവൻ ശൃംഗരിച്ച് വല്ലതും നിൽക്കുകയാണെങ്കിൽ സച്ചിയുടെ കൈയിൻ്റെ കരുത്തറിയും അവന്. അനിയനാണെന്നൊന്നും പിന്നെ ഞാൻ നോക്കില്ല. കെട്ടിയ പെണ്ണിനെ വഞ്ചിക്കാൻ അവൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മുന്നും പിന്നും ഒന്നും നോക്കില്ല. അവൻ്റെ കരണടിച്ച് പൊട്ടിക്കും. കരണടിച്ച് പൊടിച്ച പോരെ സച്ചിയേട്ടാ. അവന് കൊടുക്കാനുള്ളതൊക്കെ അവിടെ ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഏറ്റു വർഷേ. പക്ഷേ എൻ്റെ മനസ്സിപ്പോഴും പറയുന്നത് അവൻ ഒരിക്കലും ആ പെണ്ണിനോട് അങ്ങനെയൊന്നും പെരുമാറില്ലെന്നാ. ആ പെണ്ണിനെ തിരിച്ചിങ്ങോട്ട് എങ്ങനെയെങ്കിലും പെരുമാറിയാലായി. സച്ചേട്ടാ, അവളാണ് ഇതിൻ്റെ പിന്നിലെന്നുണ്ടെങ്കിൽ അവളുടെ കരണം ഞാൻ അടിച്ച് പൊട്ടിക്കും. അത് വേണോ? അതിൻ്റെ ഓണറല്ലേ അവള്. ജോലി പോയാലും തരക്കേടില്ല. ഞാൻ അവളെ ശരിയാക്കും ഇന്ന്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. ശരി. എന്നാലും അവന് ആ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് ഭാര്യ വിളിച്ചിട്ട് ആ ഫോൺ കട്ട് ചെയ്തില്ലേ? അതെ സച്ചേട്ടാ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അവനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം. ആ സമയത്ത് സച്ച് മനസ്സിൽ കരുതുന്നുണ്ട്, ശ്രീകാന്തിന് ഇന്ന് രാത്രിക്കുള്ളതായിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നത്. വർഷേ, മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ? മോൾ ഫുഡ് കഴിച്ചോ? എനിക്ക് ഫുഡൊന്നും വേണ്ട. അതെന്താ ഫുഡ് വേണ്ടാത്തത്? വേണ്ടാഞ്ഞിട്ട്? സച്ചി, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്താ മോളെ കഴിക്കാത്തത്? സച്ചിയേട്ടൻ പറഞ്ഞില്ലേ വേണ്ടാഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ. ഹോ, എൻ്റെ വർഷേ എന്താ കഴിക്കാത്തതെന്നല്ലേ ചോദിച്ചത്. അതിനെന്തിനാ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ല ആൻറ്റി, എനിക്കിപ്പോൾ വേണ്ടാത്തതുകൊണ്ടാണ് കഴിക്കാത്തത്. ഇനി എന്തെങ്കിലും കൂടുതൽ ആൻറ്റിക്ക് അറിയണോ? എനിക്കൊന്നും അറിയണ്ട. സച്ചി, നീ എന്താ ഇവളെ ദേഷ്യം പിടിപ്പിക്കുകയാണോ? എനിക്ക് ഇവളെ ദേഷ്യം പിടിപ്പിക്കില്ല പണി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളല്ലേ അവളിപ്പോൾ ദേഷ്യം പിടിപ്പിച്ചത്. ദേ വർഷേ, ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ? നിനക്ക് എന്നെ ഒരു വിലയുമില്ല. ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് വിലയൊക്കെ തരുന്നുണ്ട്. പിന്നെ നിങ്ങളായിട്ടാ അതൊക്കെ കൊണ്ട് കളയുന്നത്. എന്ത്? നീ എന്ത് പറഞ്ഞിട്ട് വർഷേ? ഇനി ഇതും കൂടി എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്. നിങ്ങൾ എന്നാ നന്നാവുക? ഇതും പറഞ്ഞുകൊണ്ട് വർഷ അവിടുന്ന് പോവാണ് കേട്ടോ. കിട്ടേണ്ടത് കിട്ടിയല്ല അമ്മയ്ക്ക്. വർഷയുടെ കയ്യിൽ നിന്ന് നല്ല വേഷത്തിന് കിട്ടി. രേവതി ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ രേവതിയുടെ ചിരി കാണേണ്ടി വന്നിരുന്നു. അത് ശരിയാ, നിന്റെ ഭാര്യയ്ക്കും ഇവക്കും എന്നെ ഒരു വിലയുമില്ല. എങ്ങനെ അവിടുന്ന് രേവതിയുടെ പേര് മാറ്റി വെട്ടിയിട്ടേ ആ കേടി ഉണ്ടല്ലോ, പാർലർ കേടി,
അതിനെ കൊണ്ട് വെക്കി. ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് അവൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, അല്ലാതെ നിന്റെ ഭാര്യയും മറ്റവൻ്റെ ഭാര്യയും കേൾക്കുന്നില്ല. അതെൻ്റെ കുഴപ്പമല്ല അമ്മേ, അമ്മയുടെ പ്രവൃത്തിയും നിലനിൽപ്പുമാണ്. രേവതി നിങ്ങളെ പിന്നെയും ബഹുമാനിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ അത്ര പോലും നിങ്ങളെ ബഹുമാനിക്കുന്നില്ല. എന്തിനു പറയണം, ഈ വർഷയ്ക്ക് നിങ്ങളെ പുല്ല് വിലയാ. പോടാ. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദേഷ്യം പിടിച്ചോണ്ടാണ് കേട്ടോ പോകുന്നത് ചന്ദ്രമതി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിലോട്ട് ഒരു കാർ വന്ന് നിർത്തുന്നത് കാണിക്കുന്നുണ്ട്. ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ലേഡിയാണ് കേട്ടോ, അതായത് ഈ ഓണറിന്റെ വൈഫ് പ്രിയയുടെ അമ്മ. പ്രിയ ആണെങ്കിൽ അമ്മയെ വെൽക്കം ചെയ്യാൻ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ഹായ് പ്രിയ. ഹായ് മമ്മി. ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ പ്രിയ, മമ്മിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് മമ്മിയോട് ഇങ്ങ് പോകുന്നത്. എന്തായി മോളുടെ ഇവിടുത്തെ കാര്യമൊക്കെ നല്ലോണം മുന്നോട്ട് പോകുന്നില്ലേ? 100% സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. പിന്നെ സ്റ്റാഫിനെ കുറിച്ച് പറയണ്ടല്ലോ, ശ്രീകാന്ത് ഒക്കെ 100% ജെനുവിൻ ആയിട്ടുള്ള പേഴ്സണാ. അല്ല, ശ്രീകാന്തിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണല്ലോ. എന്താ അത് പിന്നെ അല്ലാതിരിക്കും മമ്മി, ഇവിടുത്തെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫാ. ആ മമ്മി, വന്ന കാലം ഇവിടെ നിൽക്കാതെ നമുക്ക് അകത്തോട്ടിരിക്കാം. മമ്മി വാ. ഇതും പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻറ്റിന്റെ ഒരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നത്. പ്രിയ, ആ ശ്രീകാന്ത്, ഇതാണ് എൻ്റെ മമ്മി. അന്ന് വന്നപ്പോൾ കണ്ടിരുന്നല്ലോ. ഹായ് ശ്രീകാന്ത്. ഹായ് മാഡം. മാഡത്തിന് കുടിക്കാൻ എന്താ വേണ്ടത്? ഇവിടെ എന്തൊക്കെയുണ്ട്? ആ സമയത്ത് പ്രിയ പറയുന്നുണ്ട്, മമ്മിക്ക് പൈനാപ്പിൾ ജ്യൂസാണ് ഇഷ്ടം, അതുകൊണ്ട് ശ്രീകാന്ത് പൈനാപ്പിൾ എടുത്തോ. കഴിക്കാനൊന്നും വേണ്ട, എനിക്കിപ്പോൾ തൽക്കാലം ജ്യൂസ് മതി. ശരി മാഡം. പിന്നെ മമ്മിയുടെ ഇഷ്ടം പൈനാപ്പിൾ ജ്യൂസാ, ഇനി ഇത് മറക്കണ്ട. ഓക്കെ പ്രിയ. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് പ്രിയയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, പ്രിയ ഇതെന്താ ഇങ്ങനെ? നിന്റെ സ്റ്റാഫല്ലേ അയാൾ, എന്നിട്ട് നിന്നെ ഒരു ലാഘവും ഇല്ലാതെ പ്രിയ എന്ന് വിളിക്കുന്നു, ഒരു റെസ്പെക്റ്റ് ഇല്ല. മമ്മി, അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ വിളിക്കാം. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? സ്റ്റാഫുകളൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. നിന്റെ ഡാഡി പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിന് എനിക്ക് ഇവിടുത്തെ വെറും ഒരു സ്റ്റാഫായിട്ട് കാണാൻ പറ്റില്ല മമ്മി. അതെന്താ അങ്ങനെ കണ്ടാൽ? അവൻ വെറും ഒരു സ്റ്റാഫ് തന്നെയല്ലേ? അതെ, പക്ഷെ ശ്രീകാന്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടം പിടിച്ചു മമ്മി. എൻ്റെ ഓരോ ആഗ്രഹങ്ങൾക്കും നിങ്ങൾ എതിര് നിൽക്കാറില്ലല്ലോ, ഇനി ഇതിനും മമ്മി എതിര് നിൽക്കരുത്. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? മമ്മിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിയിച്ച് പറ. ശ്രീകാന്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മമ്മി. എന്ത്? ശ്രീകാന്തിന് ഇഷ്ടമാണെന്നോ? എന്തൊക്കെയാ നീ പറയുന്നത്? അവൻ വെറും ഇവിടുത്തെ ഒരു തൊഴിലാളിയാണ്, അല്ലാതെ ഇവിടുത്തെ മാനേജർ പോലും അല്ല നിനക്ക് പിടിച്ച് കെട്ടിച്ചു തരാൻ. മാനേജറാക്കാൻ ഡാഡി വിചാരിച്ചാൽ പോരെ? അങ്ങനെ ഒരാളെ മാനേജർ ആക്കലല്ല, അയാൾക്ക് അതിനുള്ള എല്ലാ ക്വാളിറ്റി വേണം. അതിലൊരു അംശം പോലും ആ പയ്യനുണ്ടോ? ഉണ്ട് മമ്മി, ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താനുള്ള പ്രാപ്തി ശ്രീകാന്തിനുണ്ട്. മോളെ, നീ അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാറില്ല. ഇപ്പം നിനക്ക് എന്തു പറ്റി? അത് മമ്മിക്ക് അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീകാന്ത് എൻ്റെ ലൈഫിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന്. എനിക്ക് ശ്രീകാന്തിനെ വേണം മമ്മി. ശ്രീകാന്തിനെ കൊണ്ട് ഞാൻ വലിയൊരു റെസ്റ്റോറൻറ്റ് എന്നെ കെട്ടിപ്പടുക്കും. അത് മാത്രമല്ല, ശ്രീകാന്ത് എൻ്റെ ലൈഫിലുണ്ടായിരിക്കുന്നത് എനിക്ക് ഏറ്റവും ആശ്വാസമാണ്. ശരിയാണ്, പക്ഷെ നിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ എതിര് നിൽക്കാറില്ല. ഇതിനെന്തോ എനിക്ക് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മമ്മി പ്ലീസ് മമ്മി, ഞാൻ മമ്മിയുടെ കാല് പിടിക്കാം. മോളെ, എൻ്റെ കാല് പിടിക്കൊന്നും വേണ്ട, നമുക്ക് ഡാഡിയോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ശരിയാക്കാം. അല്ല, നീ ഇവനിൽ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാ ഇവൻ ഹസ്ബൻഡ് ആക്കുന്നത്? ഇവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ മറ്റോ എന്തെങ്കിലും നിനക്കറിയോ? അതൊക്കെ എനിക്കറിയാം മമ്മി. എന്തറിയാന്ന്? മമ്മി, ശ്രീകാന്ത് അങ്ങനെ ഒട്ടും ഇല്ലാത്തോടത്തുള്ളതൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് ശ്രീകാന്തിൻ്റെത്, നല്ലൊരു കുടുംബവും. നല്ലൊരു കുടുംബം എന്നിട്ടാണല്ലോ അവൻ ഈ റെസ്റ്റോറൻറ്റിൽ വെറും ഒരു തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്നത്. മമ്മി, അതാണ് ശ്രീകാന്തിൽ ഞാൻ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. എന്ത് ജോലിയും ചെയ്യാൻ ശ്രീകാന്തിന് ഒരു മടിയുമില്ല. മമ്മി, എനിക്ക് ശ്രീകാന്തിന് വേണം. എനിക്ക് ശ്രീകാന്തിനെ നഷ്ടപ്പെട്ടൂടാ. എന്നാൽ പിന്നെ ഇപ്പം തന്നെ അവനോട് കാര്യം തുറന്ന് പറയാം. നമുക്ക് വീട്ടിൽ ചെന്ന് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാം. അയ്യോ, അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതെന്താ? അവൻ വേറെ വിവാഹം മറ്റോ നോക്കിയാലോ? അപ്പം പിന്നെ നിനക്ക് അവനെ കിട്ടുമോ? അതല്ല മമ്മി, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താ, നീ വല്ല പുലിവാലൊപ്പിച്ചോ? പുലിവാലൊപ്പിച്ചതൊന്നുമല്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം മമ്മിക്ക് നല്ല ദേഷ്യം ഉണ്ടാക്കും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് പറയേ പ്രിയേ. എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പറയാൻ നിൽക്കണ്ട, നീ അതങ്ങ് വിട്ടേക്ക്. മമ്മി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്താന്ന് പറ. അത് പിന്നെ ശ്രീകാന്ത് എന്നെ സെക്കൻഡ് മാരേജ് ആയിട്ടായിരിക്കും വിവാഹം കഴിക്കുക. വാട്ട്? നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് കെട്ടിയവനാണോ നീ കെട്ടാൻ നോക്കുന്നത് പ്രിയ? നിനക്കിത് എന്തു പറ്റി? മമ്മി, അതിൽ പ്രത്യേക കാരണമുണ്ട്. എൻ്റെ പ്രിയ, നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്? ഡാഡി എൻ്റെ ഒപ്പം ഉണ്ട്. മമ്മിക്ക് ഇനി എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ പറ. ഡാഡി നിൻ്റെ കൂടെ ഉണ്ടോ? ഡാഡിക്ക് ഇതൊക്കെ അറിയാവോ? ഡാഡിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പം നിങ്ങൾ എന്നോടാണ് പറയാത്തത്. മമ്മിയോട് ഇപ്പം പറഞ്ഞല്ലോ. അല്ല, എന്നിട്ട് ഡാഡി എന്ത് പറഞ്ഞു? ഡാഡി എന്ത് പറയാൻ? എൻ്റെ കൂടെ കട്ടിക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. എന്തോ എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല.
എന്തായാലും ഡാഡിയുടെ മോളുടെ അഭിപ്രായമല്ലേ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് ചെയ്യ്. അല്ല, അവൻ്റെ ഫസ്റ്റ് മാരേജ് എന്തായത്, ഡിവോഴ്സ്ഡ് ആണോ? അല്ല മമ്മി, അവരിപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കുക? അവൾ പുറത്ത് പുകച്ചടിക്കണോ? അതാണോ നിന്റെ ഉദ്ദേശം? അതെ മമ്മി, അവളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിച്ചേ പറ്റൂ. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? എങ്ങനെ ആ പെണ്ണിനെ ഒഴിവാക്കാനാ? മാഡം ജ്യൂസ്. ചേ, ഒന്ന് പറയാതെയാണോ അകത്തോട്ട് വരുന്നത്? സോറി മാഡം. ഇറ്റ്സ് ഓക്കെ ശ്രീകാന്ത്, നീ അങ്ങോട്ട് ചെന്നോ. ഇതും പറഞ്ഞിട്ട് പ്രിയ ശ്രീകാന്തിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. മമ്മി, ശ്രീകാന്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ. പിന്നെ ഞാൻ എന്ത് വേണം? അവനെ തലയിലെടുത്ത് കയറ്റണോ? അവനെന്താ മോളെ വശീകരിച്ചതാണോ? മമ്മി എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയൊന്നും അല്ല മോളെ. മമ്മി ഒരു കാര്യം പറയട്ടെ, അവളെ എങ്ങനെയാണ് നീ പുകച്ച് പുറത്ത് ചാടിക്കുന്നത്? അതിനുള്ള ഐഡിയാസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ശ്രീകാന്ത് അവളെ വെറുക്കും, അതിനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മമ്മിക്കൊരു കാര്യം അറിയോ? ഈ ശ്രീകാന്തിൻ്റെ അമ്മയുണ്ടല്ലോ, അവരൊരു അത്യാഗ്രഹിയാ, പണത്തോട് അത്യാഗ്രഹി. നമ്മുടെ ഈ പ്രപ്പോസൽ അവൻ എന്തായാലും യോജിച്ച് നിൽക്കും. അപ്പം പിന്നെ കാര്യം എളുപ്പമായില്ലേ മമ്മി? ഡോണ്ട് വെറി, പേടിക്കാതെ. ശരി, എന്താന്ന് വെച്ചാ ഡാഡിയും മോളും കൂടി അങ്ങ് തീരുമാനിച്ച് ചെയ്തോ. പിന്നെ ഒരു കാര്യം, അവനെ നിന്റെ വരുതിയിലേക്ക് എങ്ങനെയായാലും എത്തിച്ചോളണം. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തെ അടിച്ച് അവനെ സ്വന്തമാക്കണം. ഓക്കെ? ഇനി അടുത്ത പ്രാവശ്യം എൻ്റെ മോളെ കാണുമ്പോൾ അങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ടായിരിക്കണം മമ്മിയുടെ അടുത്ത വരവ്. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കും മമ്മി കേട്ടോ, ശ്രീകാന്ത് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കും മമ്മിയുടെ അടുത്ത വരവില്. ശരി, എന്നാലേ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ മുംബൈയിലോട്ട് തിരിക്കും. ഓക്കെ മമ്മി, ഞാൻ ഈ വീക്കിൽ അങ്ങോട്ട് വരാൻ നോക്കാന്നല്ല, എന്തായാലും വരണം. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനുണ്ട്. ശരി. അങ്ങനെ പ്രിയയുടെ അമ്മ പോവാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ഹലോ ശ്രീകാന്ത്. പ്രിയ മാഡം പോയോ? മമ്മി പോയി. പിന്നെ എന്നെ പ്രിയ എന്ന് വിളിക്കുന്ന പോലെ തന്നെ എൻ്റെ മമ്മിയെ മാഡം എന്നൊന്ന് വിളിക്കണ്ട കേട്ടോ, മമ്മിന്ന് വിളിച്ചാൽ മതി. അയ്യോ അത് വേണ്ട, ഞാൻ മാഡം തന്നെ വിളിച്ചോളാം, അതാണ് അതിൻ്റെ ശരി. ശ്രീകാന്ത്, ഞാനല്ലേ ഈ ഹോട്ടലിൻ്റെ ഓണർ, അപ്പം പിന്നെ ഞാൻ പറയുന്ന കാര്യം ശ്രീകാന്തിന് എന്താ കേട്ടാൽ? അല്ല, ഇവിടെ വേറെയും സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവർക്കാർക്കും ഇതുപോലുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ. പിന്നെ എനിക്ക് മാത്രം എന്താ? അങ്ങനെ എന്നെ മാത്രം വേർതിരിച്ച് കാണണ്ട. എല്ലാവരും കാണുന്ന പോലെ തന്നെ മാഡം എന്നെയും കണ്ടാൽ മതി. അവരൊക്കെ പ്രിയയെ മാഡം എന്നാ വിളിക്കുന്നത്, എനിക്കും അതുപോലെ വിളിക്കണമെന്നുണ്ട്. പക്ഷേ പ്രിയ പറഞ്ഞതുകൊണ്ടാ ഞാൻ പ്രിയ എന്ന് വിളിക്കുന്നത്. വേണ്ട ശ്രീകാന്ത്, ശ്രീകാന്തിനോട് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. അത് മാത്രമല്ല, ശ്രീകാന്താണ് നമ്മളെ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന വ്യക്തി. അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റും എനിക്ക് ശ്രീകാന്തിനോടുണ്ട്. അതുകൊണ്ടാണ് ശ്രീകാന്തിന് പ്രത്യേക ഒരു കെയറിങ് തരുന്നത്. അങ്ങനെ ഒരു കെയറിങ് എനിക്ക് വേണ്ടെന്നില്ലെങ്കിലോ? ഞാൻ എൻ്റെ ഇഷ്ടങ്ങളാണ് പറഞ്ഞത്, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുടേത്. അതുകൊണ്ട് ശ്രീകാന്തിൻ്റെ ഇഷ്ടം നോക്കിയിട്ടില്ല. ശ്രീകാന്ത് എൻ്റെ ലൈഫ് പാർട്ണർ ആയിരുന്നെങ്കിൽ ശ്രീകാന്തിൻ്റെ ഇഷ്ടം കൂടി ഞാൻ പരിഗണിച്ചേനെ. പിന്നെ നമ്മൾ രണ്ടും കൂടി പാറി പറഞ്ഞുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെ വലുതാക്കി ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ട് തുടങ്ങും. നമ്മൾ രണ്ടുപേരും കൂടിയിരുന്നാലേ ഒരു ഹോട്ടലിൻ്റെ വലിയ വലിയ ശാഖകൾ ഉണ്ടാക്കാം. പ്രിയ സംസാരിക്കുന്നത് ചെറുതായിട്ട് അതിര് കിടക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് പ്രിയ ഇത്തരം രീതിയിലൊന്നും ഇനി എന്നോട് സംസാരിക്കരുത്. സോറി ശ്രീകാന്തിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഇനി സംസാരിക്കില്ല. അല്ല, നമുക്ക് അടുത്ത കുക്കിംഗ് പരിപാടി തുടങ്ങിയാലോ? ശരി. ആ സമയത്താണ് കേട്ടോ റെസ്റ്റോറൻറ്റിന് മുന്നിലേക്ക് സച്ചിയുടെ കാറ് വന്ന് നിർത്തുന്നത്. മോളെ വർഷേ, നീ ഇവിടെ നിന്നോ, ഞാനും രേവതിയും കൂടി പോയിട്ട് അവിടുത്തെ സെറ്റപ്പ് എന്താണെന്നൊന്ന് നോക്കട്ടെ. അത് വേണ്ട, ഞാനും കൂടി വരുന്നു സച്ചേട്ടാ. അത് വേണോ രേവതി? വേണം സച്ചേട്ടാ, അവളും കൂടി വരട്ടെ. അവളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അവളും കൂടി അറിയണ്ടേ? ശരി, എന്നാ വാ. ഞാനെങ്ങാനും അവിടെ കാണാൻ പാടില്ലാത്തത് കണ്ടാലേ അവനെ ഇടിച്ച് തീർപ്പിക്കും. സച്ചേട്ടാ, അങ്ങനെ വല്ലത് കണ്ട മുന്നും പിന്നും നോക്കരുത്, പോയി കൊടുത്തോളണം. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിനെയും പ്രിയയാണ് കേട്ടോ. പ്രിയ ആണെങ്കിൽ ശ്രീകാന്തിന്റെ പിന്നില് ശ്രീകാന്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാണ്. പെട്ടെന്ന് പ്രിയക്ക് ഒരു ഐഡിയ തോന്നാണ് കേട്ടോ. പ്രിയയുടെ കയ്യിൽ 2 തരം സോസ് ഇരിക്കുന്നുണ്ട്. ആ സോസിൽ നിന്ന് ഒരു സോസ് ശ്രീകാന്തിന്റെ ദേഹത്തോട്ട് തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ പ്രിയ. ആ സമയത്താണ് സച്ചിയും രേവതിയും വർഷയും കൂടി അങ്ങോട്ട് വരുന്നത്. എന്തിനാണെന്നറിയോ സോസ് ശ്രീകാന്തിന്റെ ദേഹത്തോട്ട് തട്ടി മാറ്റിയത്? സോസ് ദേഹത്താവുമ്പോൾ അത് കഴുകി മാറ്റണമല്ലോ. അത് വാഷ് ചെയ്യുന്ന സമയത്ത് പ്രിയക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് ഒരു കെയറിംഗ് ഒക്കെ ശ്രീകാന്തിന് കൊടുക്കുന്ന വിധത്തിൽ ശ്രീകാന്തിന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഷെഫിന്റെ ഡ്രസ്സാണല്ലോ ശ്രീകാന്ത് ഇട്ടിരിക്കുന്നത്, വൈറ്റ് ഡ്രസ്സാണ്. ആ ഡ്രസ്സിലോട്ട് ഈ സോസ് തെറിപ്പിക്കാൻ കേട്ടോ. അയ്യോ സോറി ശ്രീകാന്തിന്റെ ദേഹത്ത് കുറച്ച് സോസായി. എവിടെ? ഇവിടെതാ പിന്നിൽ. ഇവിടെയാണല്ലേ? കുഴപ്പമില്ല, അത് കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ വാഷ് ചെയ്തോളാം. ആ സമയത്താണ് കേട്ടോ വർഷയും ശ്രീകാന്തും രേവതിയൊക്കെ ഇത് കണ്ടോണ്ട് നിൽക്കുന്നത്, അവളുടെ ഡ്രാമ. അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ അവൾ എന്താ ചെയ്തത്? മനഃപൂർവ്വം സോസ് ശ്രീകാന്തിന്റെ മേലോട്ട് ആക്കിയതല്ലേ? അതെ, ഇവളപ്പം നമ്മൾ വിചാരിച്ച കില്ലാടിയൊന്നും അല്ല, നല്ല 1-ാം തരം കേടിയാണ്. ഇവളെ ഒതുക്കാനേ രേവതി തന്നെ ധാരാളം. ഒരു രേവതി ചേച്ചിയും വേണ്ട, ഞാൻ തന്നെ ഇവളെ ഒതുക്കാൻ ധാരാളമാണെന്ന് വർഷ പറയാൻ കേട്ടോ.
അവൾ എവിടെ വരെ പോവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതും പറഞ്ഞ് വർഷം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനിട്ടോ. ആ സമയത്ത് പ്രിയ പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്, ഞാനിത് വാഷ് ചെയ്ത് തരാം. അയ്യോ അത് വേണ്ട, ഇത് ഞാൻ ഊരിയിട്ടിട്ട് വാഷ് ചെയ്തോളാം. അതൊന്നും കുഴപ്പമില്ല, ഇത് ഞാൻ വാഷ് ചെയ്ത് തരാം. ശ്രീകാന്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഒന്ന് തിരിഞ്ഞു നിൽക്ക്. ഇതും പറഞ്ഞ് ശ്രീകാന്തിനെ നിർബന്ധിച്ച് തിരിഞ്ഞു നിർത്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ വെള്ളം ഉപയോഗിച്ച് തുടച്ചു മാറ്റി കൊടുക്കാണ്. ആ സമയത്ത് ശ്രീകാന്തിന്റെ ദേഹത്ത് ചെറുതായിട്ട് അവളുടെ കൈ സ്പർശിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏയ് എന്താ കാണിക്കുന്നേ? ശ്രീകാന്ത് എന്താ പ്രശ്നം? എന്റെ കൈയൊന്നും അറിയാതെ തട്ടിപ്പോയതല്ലേ, അതിനെന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതല്ല, വേണ്ട, നിങ്ങൾ ഈ ഹോട്ടലിന്റെ ഓണറല്ലേ, വലിയ ആളാ, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും ഏറ്റവും വലിയ ആള്. അങ്ങനെ ഒരു വ്യക്തി ഇതൊന്നും ചെയ്യണ്ട. ഇതൊക്കെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ തെറ്റായി ധരിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? ചിന്തിക്കുന്നവരുടെ കാഴ്ചയിലല്ലേ കുഴപ്പം, അല്ലാതെ നമുക്കിടയിലൊന്നുമില്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. എന്നാലും വേണ്ട പ്രിയേ, ഇത് ഞാൻ ചെയ്തോളാം. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ട് ശ്രീകാന്തേ? ഓണർ പറയുന്നത് ശ്രീകാന്തിന് കേൾക്കാൻ പറ്റിയില്ലല്ലേ? ഷോ പ്രിയേ, നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നില്ലേ? ഇത് തൽക്കാലം എനിക്ക് വിട്ടേക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. പറ്റില്ല, ശ്രീകാന്ത് ഇങ്ങനെ തിരിഞ്ഞേ. ഈ ബട്ടൺസ് ഒന്ന് അയക്കട്ടെ. ഉള്ളിൽ നീ ഷർട്ട് ഇട്ടിട്ടില്ലേ? ഇത് ഞാനേ കളയാൻ പോവാ. പകരം ഇതുപോലെ ഒരു നല്ല സ്മാർട്ട് ആയിട്ടുള്ളത് ഒരെണ്ണം വാങ്ങിച്ചു തരും ഞാൻ. ഇവിടുത്തെ മെയിൻ ഷെഫാണ് ശ്രീകാന്തിന് വേറെ തന്നെ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം റെഡിയാക്കണം. എന്താ പ്രിയ ഇതൊക്കെ? ഇതൊന്നും വേണ്ട, അതൊന്നും പറ്റത്തില്ല. ശ്രീകാന്ത് അവിടെ നിന്നേ. ഇത് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന്റെ ബട്ടൺസ് അയക്കാൻ കേട്ടോ. ആ സമയത്ത് സഹിക്കുന്നില്ല വർഷയ്ക്ക്. സച്ചേട്ടാ, അവളെ ഞാൻ വെറുതെ വിടില്ല. അപ്പം രേവതി പറയുന്നുണ്ട്, മോളെ വർഷേ, നീ എന്താ നോക്കി നിൽക്കുന്നത്? പോയി അവളെ പിടിച്ചു മാറ്റില്ല, അവളുടെ കഥ ഇന്നത്തോടു കൂടി കഴിയും. ഇതും പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യം പിടിച്ചു പോവാട്ടോ. അപ്പം സച്ചി പറയുന്നുണ്ട്, രേവതി, വർഷ ഇത് എന്തു ഭാവിച്ച? എന്തെങ്കിലും ആവട്ടെ, അവളുടെ ഭർത്താവിനോട് മറ്റൊരുത്തി ചെയ്യുന്ന കണ്ടില്ലേ? പണിയെടുക്കുന്ന പെമ്പിള്ളാരുടെ കൈയുടെ ചൂട് അവൾ അറിയില്ല. അവക്കിങ്ങനെ വിലസി നടന്നാൽ മതിയല്ലോ. അവളുടെ അച്ഛൻ വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കി വെച്ചേക്കില്ലേ? രേവതി വേണ്ടേ, അവന്റെ ജോലി തെറിക്കും. അവളെ പിടിച്ച് വലിക്ക്. ഞാൻ അവളെ പിടിച്ച് മാറ്റത്തൊന്നുമില്ല. അവളെ നീ രണ്ടെണ്ണം പൊട്ടിക്കാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. വർഷയാണെന്നുണ്ടെങ്കിൽ മാസമായിട്ട് അവരുടെ അടുത്തോട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ എത്തുന്നുണ്ട്. അവിടെ എത്തിയ പാടത്തന്നെ പ്രിയയെ വലിച്ച് തിരിക്കുന്നുണ്ട് കേട്ടോ വർഷ. എടി, നിനക്കെന്റെ ഭർത്താവിന്റെ ഷർട്ടിന്റെ ബട്ടൺ സഹിക്കണല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് അവളുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കാന്. അയ്യോ എടി, അതെടി ഞാൻ തന്നെയാ, വർഷ, ശ്രീകാന്തിന്റെ ഭാര്യ. ശ്രീകാന്ത്, ഇതെന്താ? ഹൗ ഡേർ യു? നിന്നെ ഞാൻ കാണിച്ചു തരാടി. പക്ഷേ നീ എന്താ ഇവിടെ? നീ എന്തിനാ പ്രിയയെ തല്ലിയത്? കാരണം ഉണ്ടായിട്ട് നിന്റെ ബട്ടൺസ് എന്തിനാ ഇവൾ അഴിച്ചു മാറ്റുന്നത്? ഇവളെന്താ നിന്റെ ഭാര്യയോ? ഓണർമാർക്ക് സ്റ്റാഫുകളുടെ ബട്ടൺസ് അയച്ചു കൊടുക്കലാണോ പണി? നിർത്തിക്കോ, മിണ്ടരുത്. ഇനി മിണ്ടിയാ നിന്റെ വായിക്കകത്തോട്ട് ഇവിടെയുള്ള വേസ്റ്റ് പേപ്പർ കുത്തി നിറക്കി ഞാൻ. ശ്രീകാന്ത്, ഇവളെന്താ ഇങ്ങനെ? ഇവളെന്തിനാ എന്റെ കാരണത്തെ തല്ലിയത്? പ്രിയ, ഐ എം സോറി, എനിക്കറിയില്ല. വർഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. എന്തിന്? വൈ? ഇവളെപ്പോലെ ഒരുത്തിക്ക് വേണ്ടി നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഇവളെന്നോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ ആഴി എണ്ണിക്കും. എൻ്റെ സ്റ്റാഫിൻ്റെ ഷർട്ടിൽ കുറച്ച് കറയായി, അത് തുടച്ച് മാറ്റി കൊടുത്ത് ആ ഷർട്ട് അഴിച്ചെടുക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല. അത് പോയി നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് എടുക്കടി, അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തല്ല അഭ്യാസമൊന്നും. ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേവർഷേ, നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്, നിർത്തിക്കോ. നിന്റെ ഡബ്ബിംഗ് സെന്ററിൽ വന്നിട്ട് ഇതുപോലെ ഞാൻ ഏതെങ്കിലും പുരുഷനോട് പറഞ്ഞാലോ നിനക്ക് എങ്ങനെ ഉണ്ടാവും? വെറുതെ ലോജിക് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് സ്വന്തം ഭർത്താവിന് വിശ്വാസമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നേക്കുവാ. ദേവർഷേ, നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിനക്കെന്നെ ഇത്രയ്ക്കും വിശ്വാസമില്ലല്ലേ? ശ്രീകാന്ത്, സ്റ്റൂപ്പിഡ്. ഇനി നീ ഒന്നും പറയണ്ട. നീ എന്തിനാ പ്രിയയെ തല്ലിയത്? മാപ്പ് ചോദിക്ക അവളോട്. ഇല്ല, മാപ്പ് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ശ്രീകാന്ത്, ഇവളെ നിനക്ക് മാപ്പ് തന്നില്ലെങ്കിൽ പിന്നെ ഈ ഹോട്ടലിൽ നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ഓർത്തോ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നല്ലൊരു ഷെഫായി നിനക്ക് സ്ഥാനം തന്നതും നിന്റെ സാലറി കൂട്ടി തന്നതും. അതിന് പകരം ഇവളെപ്പോലെ ഒരുത്തി നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കുക ശ്രീകാന്ത്. എടി, നിന്നെ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്ത് കയറി പിടിക്കാൻ നിൽക്കാണ്ട് വർഷ. തൊട്ടുപോരുത് പ്രിയെ. ഇനി പ്രിയെ നീ എന്തെങ്കിലും പറഞ്ഞു നോവിച്ചാ വർഷേ നിന്റെ വാലിരിക്കുന്ന നീ കേട്ടോ. ആ സമയത്ത് സച്ചി ദേഷ്യം പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നിർത്തറ, മതി. സച്ചേട്ടൻ, രേവതി ചേച്ചി. അതെ, സച്ചേട്ടനും രേവതി ചേച്ചി ഒക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സച്ചേട്ടാ, ഞങ്ങൾ വന്നതോട് ഇവിടെ നടക്കുന്ന അഭ്യാസങ്ങളൊക്കെ അറിയാൻ പറ്റി. അഭ്യാസങ്ങളോ? എന്തഭ്യാസങ്ങൾ? അഭ്യാസങ്ങളല്ല, നല്ല ഒന്നാന്തര ഫ്രോഡ് പരിപാടി. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ വശീകരിക്കാൻ കുറെ എണ്ണം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വീണു പോകും. അങ്ങനെ കുറെ എണ്ണം തുനിഞ്ഞ് ഇറങ്ങിയേക്കുന്നുണ്ട്. മിസ്റ്റർ, താൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? അയ്യോ, ഈ ഹോട്ടലിന്റെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? ഞാൻ മേഡത്തെ കുറിച്ചല്ലോട്ടോ പറഞ്ഞത്, ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞതാ. ശ്രീകാന്തെ, ഇതൊക്കെ ആരാ? നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇതിനകത്തോട്ട് ഇവരാരാ കയറ്റി വിട്ടത്? അതെ, ഒന്ന് മിണ്ടാതെക്ക് പെങ്ങളെ. ഇവനെ എൻ്റെ അനിയനാ, ഇവന്റെ വൈഫാണ് ഇതാ ഈ നിൽക്കുന്ന കുട്ടി. അപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ഏട്ടനായി ഞാൻ ഇടപെടില്ലേ? ഇടപെടും. വന്നേ, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, പുറത്തേക്ക് വാ.
സച്ചേട്ടാ അത് വരാനല്ലേ പറഞ്ഞത്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രീകാന്തേ വാ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ശ്രീകാന്തേ ഇപ്പം എങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇപ്പം കസ്റ്റമേഴ്സ് ഉള്ള സമയം പോയി ജോലി ചെയ്യും. അങ്ങനെയുള്ള ജോലിയാണെങ്കിൽ ശ്രീകാന്തിന് ഇവിടുത്തെ ജോലി വേണ്ട. സച്ചേട്ടാ നിങ്ങളൊക്കെ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുക, എൻ്റെ ജോലി നഷ്ടപ്പെടുത്താനോ? എടാ നിന്റെ വൈഫിനെ വിഷമിപ്പിച്ചുകൊണ്ട് നിനക്കെന്തിനാടാ ഇവിടുത്തെ ജോലി, വേറെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കി. സച്ചേട്ടാ ഇവള് പറയുന്ന പൊങ്ങത്തരം കേട്ടുകൊണ്ട് നിങ്ങൾ ഇവളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കണോ? ഇവളെ വിളിച്ച് ഇവിടുന്ന് പോവാൻ നോക്കിയേ. ഡാ അപ്പം നീ മര്യാദയ്ക്ക് പറഞ്ഞ കേക്കില്ലല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അവൻ്റെ കാരണത്തൊരെണ്ണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. വാടാ എടാ മരപ്പോത്തെ, പെണ്ണിനെ സ്നേഹിച്ച് കെട്ടാൻ മാത്രം പഠിച്ചാൽ പോരാ, അവക്കൊരു കുറവുമില്ലാതെ അവളെ നോക്കാനും കൂടി പഠിക്കണം. ശ്രീകാന്ത് ഇപ്പം ഇവിടുന്ന് പോയാൽ നിനക്ക് പിന്നെ ജോലി ഉണ്ടായിരിക്കില്ല. ശ്രീകാന്തേ നിനക്ക് നിന്റെ ഭാര്യ വേണോ അതോ ജോലി വേണോ, എന്ത് വേണം തീരുമാനിച്ചോ? അതെ അവനിപ്പോൾ ഇവളുടെ വാക്കും കേട്ട് ഇവിടെ നിന്നാ അവൻ എന്നെ വേണ്ടെന്നർത്ഥം. പിന്നെ ഞാൻ പോവും. പക്ഷേ അതെ അത് എന്നെ നടക്കാൻ പോകുന്നത്. ശരി ഞാൻ വരാം പ്രിയേ, എനിക്കിപ്പോൾ പോകണം. എന്നാൽ പിന്നെ ഇവിടുത്തെ ജോലി രാജിവെച്ച് നീ ഇറങ്ങിക്കോ. എന്നാലും കുഴപ്പമില്ല ഞാൻ പോവുക. ഇത് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ അങ്ങനെ പ്രിയക്ക് എന്തായാലും നല്ലൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പ്രിയ ഇതിനെന്തായാലും പ്രതികാരം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രീകാന്തിനെ വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു എപ്പിസോഡും വർഷയോട് പകയുള്ള ഒരു കിടിലൻ എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഇടും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.